നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മായമ്മ കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട ജയറാമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇപ്പൊ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തും. ഇന്ന് തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഏതായാലും എനിക്ക് സന്തോഷമായി. ഇവിടെ കണ്ണീര് കാണാൻ പറ്റിയല്ലോ. എനിക്കും സന്തോഷമൊക്കെ തന്നെയാ. വളർത്തമ്മയുടെ മകളുടെ ഈ സങ്കടം കാണുമ്പോ വല്ലാത്ത രസം. ആരുടെ കയ്യിലെ റിമോട്ട്? ആ TV ഒന്ന് ഓഫ് ചെയ്തേ. ഓഫേ. ഇവിടെ ചിലർക്കൊക്കെ കാണുമ്പോൾ സന്തോഷമാ. ആ സന്തോഷിക്കേ. നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അനാവശ്യം പറഞ്ഞാലോട്ടല്ലോ. കൂട്ടത്തിൽ നിന്നിട്ട് കാല ചവിട്ടുന്ന നിങ്ങളുടെ സ്വഭാവം. കൂട്ടത്തിൽ നിന്നോ? ആര്? ഞാൻ നിന്റെ കൂടെയോ? ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നൊന്നുമില്ല. എന്തായാലും കാർത്ത് കാണിച്ച് വളരെ മോശമായി പോയി. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അവൻ ഒരിക്കൽ കൂടെ തെളിയിച്ചു. എന്റെ അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ പിന്നെ ആരൊക്കെയോ ചേർന്ന് കരുതി കൂട്ടി ചോദിക്കുക. കാർത്തി വല്യേട്ടനെ സംശയിക്കാൻ ഇവിടെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം? എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ കാർത്തിയും കണ്ടിട്ടുണ്ട്. നീ എന്ത് കണ്ടു? അത് പിന്നെ നിന്നോടാ ചോദിച്ചത്. നീ എന്ത് കണ്ടു? ഞാനത് പറയാം. ജനാർദ്ദന കൈമളും രാജലക്ഷ്മിയും മകനും കൊച്ചുമകളും ഒക്കെ സഹജീവികളോട് സഹതാപം കാണിക്കുന്നവരാ. മറ്റുള്ളവരോട് മനസ്സിലുള്ളവരാ. ഒരു പാവപ്പെട്ട സ്ത്രീയോട് അനുകമ്പ കാണിച്ചതിന് അവിഹിതം കണ്ടെത്തുന്നോടി നീയൊക്കെ എന്ത് കീടജന്മോ? മറ്റുള്ളവരുടെ കണ്ണിലെ മൊട്ടുസൂചി തിരഞ്ഞെടുക്കുന്ന നീയൊക്കെ അവനവന്റെ കണ്ണിലെ കോടാലി കാണുന്നില്ല. അവക്ക് സംശയം തോന്നി അത്രേ. ഞാൻ കണ്ടത് പറഞ്ഞെന്ന് മാത്രം. മിണ്ടരുത്. അസ്ഥാനത്ത് കയറുന്നതിന്റെ അശുദ്ധി നിറഞ്ഞ വായ തുറക്കരുത്. ഈ ഇരിക്കുന്നവർ ജയറാമിന്റെ ആരാന്നറിയാമോ? ഞാൻ അവന്റെ അച്ഛനാ. ഈ ഇരിക്കുന്നവൾ അവനെ നൊന്തു പ്രസവിച്ച അവന്റെ അമ്മയാ. ഈ ഹൃദയം തകർന്നു നിൽക്കുന്നവർ ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയറാമന്റെ ഭാര്യയും മകളുമാ. അവരുടെ നെഞ്ചിലെ നെരിപ്പുകളിലേക്ക് പിന്നെയും തീക്കനയിൽ വാരി വിതറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.